Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yeah, good morning. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? അറിയൂ. കഴിഞ്ഞ ക്ലാസ്സില് വിത്തിൻ, വിനിത്ത്, പിന്നെ പ്രിപ്പോസിഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തായിരുന്നു. നിങ്ങൾക്ക് പോർഷൻ കംപ്ലീറ്റ് ആയി അല്ലേ? കംപ്ലീറ്റ് ആയി. ഓക്കെ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? How are you? എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖം. എന്തോ? മാമിന് സുഖാണോ? സുഖം തന്നെ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചു. ആക്റ്റീവ് ആണ്? Yes, ma'am. യെസ്. ഓക്കെ. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Yes, ma'am. Yeah. Okay, today we okay. Today we are going to talk about tenses. Okay, ഇന്നത്തെ ക്ലാസ് നമുക്ക് ടെൻസസിനെ കുറിച്ച് പറയാം. Okay, clear? അപ്പോ ടെൻസ് ഏതൊക്കെയാണ്? Present, past, future. Yeah, present, past, future. അല്ലേ? ഓക്കെ, ക്ലാസ്സിൽ എല്ലാവരും വരുന്നേ ഉള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ്സിൽ എല്ലാവരും കറക്റ്റ് ടൈമിന് ജോയിൻ ചെയ്യാം കേട്ടോ. 10:30 എന്ന് പറയുമ്പോൾ ആ ടൈമിൽ നിന്ന് ജോയിൻ ചെയ്യാൻ നോക്കാം എല്ലാവരും. ഓക്കെ. So, tenses. What are tenses? Tenses is English. Tell us about the time of an action. Okay, so there is an action, the work being done at a certain time. Okay. അപ്പൊ എന്താണ് ടെൻസ് എന്ന് പറയുമ്പോ is equal to time. അല്ലേ? എപ്പോഴാണ് ആക്ഷൻ നടക്കുന്നത് അല്ലെ? അത് എപ്പോ നടന്നു അല്ലെ? is the action being done now? ഇപ്പൊ ഇപ്പൊ നടന്നോ, അല്ലെങ്കിൽ was it done earlier? നേരത്തെ നടന്നതാണോ? has it already been completed? means കംപ്ലീറ്റ് ആയതാണോ? is to start? അത് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നതാണോ അല്ലെ? അപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ടൈം ഉണ്ടാകും അല്ലെ? നമ്മൾ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ചിലപ്പോ കഴിഞ്ഞ സംഭവമായിരിക്കാം, അല്ലെങ്കിൽ വരാനിരിക്കുന്നതായിരിക്കാം, ചിലപ്പോ അത് പ്രസന്റിൽ നടക്കുന്നതായിരിക്കാം അല്ലെ? അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു ടൈം നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ടെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോ we have three broad categories. These are past, present, future. Okay. അപ്പൊ past എന്താണ്? which is already finished. അല്ലെ? അത് കഴിഞ്ഞ കാര്യമാണ് അല്ലെ? which is already finished. So നോക്കൂ ഇവിടെ yesterday, 2 days ago, last month എന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞതാണ് അല്ലെ? These techniques are in the past. past നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ yesterday അല്ലെ, കഴിഞ്ഞതാണ്, ഓൾറെഡി അത് കഴിഞ്ഞ സംഭവമാണ്. സോ പാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? സോ സെക്കൻഡ് കാറ്റഗറി ഈസ് present. present എന്താണ്? present is now, today, this moment, this year, this month. അല്ലെ? ഇപ്പോ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് present tense എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ future. അല്ലെ? future which is yet to begin. എന്താ? വരാനിരിക്കുന്നതാണ് അല്ലെ? yet to begin.
സോ ടുമോറോ, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് ഇയർ, ഇതൊക്കെ എന്താണ്? ഫ്യൂച്ചർ ആണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്, അല്ലെ? നെക്സ്റ്റ് നോക്കൂ, there are 4 types of actions ഉണ്ട്. നമ്മളിപ്പോ ഒരു ടെൻസ് പറഞ്ഞു, അതിൽ ഒരുപാട് ആക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പറയാറില്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസ്, അല്ലെ? സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ അതെല്ലാം എന്താണ്? ഓരോ ആക്ഷൻസ് ആണ്. നോക്കൂ ഇവിടെ ഫസ്റ്റ് വൺ സിമ്പിൾ ആക്ഷൻ, അല്ലെ? നോക്കൂ സിമ്പിൾ. ഇപ്പൊ എന്താണ് സിമ്പിൾ ആക്ഷൻ? മീൻസ് കൈൻഡ് ഓഫ് യൂണിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഒരു യൂണിവേഴ്സ് എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ എന്താണ്? ഐ ഡാൻസ്, ഹി റൺസ്, ഷി വാക്സ്, അതൊക്കെ സിമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതാണ് എന്ത്? സിമ്പിൾ ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? We are not talking about with it's over or not, dancing right now or not finished dancing. It's just a simple statement of action, അല്ലെ? എന്താണ് അത്? ചിലപ്പോ ഇപ്പൊ നടക്കുന്നതായിരിക്കാം, അല്ലെ അത് ചിലപ്പോ കഴിഞ്ഞായിരിക്കാം. പക്ഷെ ഇത് നമ്മൾ പറയുമ്പോൾ എന്താണ്? ഐ ഡാൻസ്, അത് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആക്ഷൻ. അതാണ് സിമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ പറയും ഐ ഡാൻസ് എന്ന് പറയാം. ഇപ്പൊ ഐ എം എ ഡാൻസർ എന്ന് പറയാം. അതൊക്കെ ഒരു സിമ്പിൾ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ചിലപ്പോ ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. എന്ന് വെച്ചാല് നമുക്ക് പോകുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? ക്ലിയർ ആണോ? Do you have any doubt? Yeah, clear ആണ്. Okay. The other word is continuous, അല്ലെ? അതും ഒരു ടൈപ്പ് ഓഫ് ആക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ സിമ്പിൾ പറഞ്ഞു. സിമ്പിൾ എന്താണ്? 85% of spoken English actually uses the simple oriented tense. അല്ലെ? In fact, when you read newspaper or books, chance you're going to read a lot of simple present tense. നമ്മൾ എപ്പോഴും ഒരു 80% of ആൾക്കാർ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ആണ് എപ്പോഴും, അല്ലെ? സിമ്പിൾ ആണ് ആ ഒരു ടെൻസ് ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറ്, അല്ലെ? നമ്മളിപ്പോൾ ബുക്ക് വായിക്കുമ്പോൾ, ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴൊക്കെ അത് എന്താ? അതൊരു സിമ്പിൾ ടെൻസിലാണ് നമ്മൾ അവിടെ അത് ഉണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ? Next one is continuous. Continuous നോക്കൂ. Second type of an action is continuous or progressive, അല്ലെ? Means is happening right now. Okay, the action is still going on. It is a continuous process. So നോക്കൂ, I am teaching. Now I am teaching your tenses, അല്ലെ? So you are learning, അല്ലെ? You are learning English grammar. This right now and this is happening, അല്ലെ? Continuous ആണ്, നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ്, അല്ലെ? These are a long time actions. They're gonna take time to get over. ചിലപ്പോ എന്താ? കുറച്ച് നേരത്തെ ഒരു ആക്ഷൻ ആണ്. സപ്പോസ് ഇപ്പൊ എന്താ? അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണം. ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ്? ഒരു സമയം കഴിഞ്ഞിട്ട് അവസാനിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറയാം, അല്ലെ? Just a continuing action. Okay, and the third type of action is perfect. So perfect means something that is complete. എന്താ? Complete ആയി, കഴിഞ്ഞ കാര്യമാണ്, കഴിഞ്ഞു. Okay, it's perfect, it's done, it's wrapped out. That means completed. Okay, this type of an action started in the past and is going to get over to some point. അതെന്താ? കഴിഞ്ഞതാണ്. പക്ഷെ എന്താണ്? ഇപ്പൊ നോക്കൂ, I have done my homework എന്ന് പറയുമ്പോൾ എന്താ? മീൻസ് I have completed all my homework. മീൻസ് എന്താ? അത് കഴിഞ്ഞു, അല്ലെ? We have gone out for a walk, അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്? പെർഫെക്റ്റ് ആണ്, ഒരു കംപ്ലീറ്റ് ആയ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് പാസ്റ്റില് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം. പക്ഷെ എന്താണ്? ഇറ്റ്സ് ഗോയിങ് ടു ഓവർ അറ്റ് സം പോയിന്റ്. ചിലപ്പോ എന്താണ്? അത് പ്രസന്റിൽ ചിലപ്പോ നടന്നുകൊണ്ടിരിക്കാം. ഇപ്പൊ പാസ്റ്റിൽ കഴിഞ്ഞതാണെങ്കിലും പ്രസന്റില് അത് ചിലപ്പോ കണ്ടിന്യൂ ചെയ്തിരിക്കാം. അപ്പൊ വി ഹാവ് ഗോൺ ഫോർ എ വാക്ക് എന്ന് പറയാൻ നമുക്ക് ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, അപ്പൊ എന്താണ്? വി ഹാവ് ഗോൺ ഫോർ എ വാക്ക് എന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ് അതിന്റെ മീനിങ്? എന്താണ്? സെന്റൻസിന്റെ മീനിങ് എന്താണ്? പറയൂ.
പറയൂ. ആരൊന്നും മിണ്ടാതെ. അഞ്ജലി. Yes, ma'am. Yeah, ആ സെക്കൻഡ് സെന്റൻസിന് മീനിങ് പറയൂ. We have gone for a walk. We have a മാം കുറച്ചുകൂടെ സ്ക്രീൻ ഇച്ചിരി സൂം ആക്കാവോ? Yeah, go. കറണ്ട് ഇല്ല അതുകൊണ്ട് കറണ്ട് ഇല്ല. മിക്കയിടത്തും കറണ്ട് ഉണ്ടല്ലോ. Okay, then നോക്കൂ second one. Perfect. We have gone for a Wait. എന്താ മീനിങ് എന്താ? ഞങ്ങൾ നടക്കാൻ പോയിരുന്നു. പോയി. ഞങ്ങൾ നടക്കാൻ പോയി. അതൊരു കംപ്ലീറ്റ് പ്രോസസ് ആണ്. കംപ്ലീറ്റ് ആയി അല്ലെ? അപ്പൊ കംപ്ലീറ്റ് ആയ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് പെർഫെക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യങ്ങളെ. ഓക്കെ. The last one is perfect continuous. And the fourth type of action which is used very rarely is perfect continuous. അങ്ങനെ നമ്മൾ അങ്ങനെ പൊതുവെ യൂസ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, there is a process that then some continuing action of the past will probably get over at some point, either now or in future. Has been working on the project for 6 hours and is finally finished. എന്താണ്? 6 മണിക്കൂറായിട്ട് ഉള്ളത് വർക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ എന്താണ് അത് ഫൈനലി ഇത് ഫിനിഷ് ആയി എന്നാണ് പറയുന്നത്. ദിസ് ടെൻസ് ഈസ് യൂസിങ് വെരി റയർലി. പൊതുവെ അങ്ങനെ യൂസ് ചെയ്യാറ് കുറവാണ്. മീൻസ് ഇപ്പൊ എന്താ കണ്ടിന്യൂസ്, ഇപ്പൊ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാ പറയുന്നത്. അപ്പൊ continuous meant is a process like reading, writing, singing, dancing, etc. Okay, and perfect meant to be completed. Now, to have read, to have wrote എന്നൊക്കെ പറയും. അതാണ് ഇപ്പോ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. Okay, to form the perfect continuous, use the appropriate tense of the verb have with been. ഇതിലെന്താണ്? ഹാവിന്റെ കൂടെ എപ്പോഴും ബീൻ ഉണ്ടായിരിക്കും. ഈ ടെൻസിൽ ഹാവിന്റെ കൂടെ എപ്പോഴും ബീൻ ഉണ്ടായിരിക്കും. Okay, and the continuing tense of the main verb. എന്താ? ഇവിടെ നോക്കൂ, he has been working. അപ്പോൾ ഹാസിന്റെ കൂടെ ബീൻ ഉണ്ട്, ഇവിടെ എന്താണ് ing ഫോം ഉണ്ട്. അതാണ് എന്ത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ he has been working on the project for 6 hours and is finally finished. നോക്കൂ, continuing action that started in the past is completed. അല്ലെ? continuing action is started in the past. പാസ്റ്റിലാണ് ഈ continuing action നടന്നത് അല്ലെ? പക്ഷെ എന്താണ് അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇങ്ങനെ പറയുമ്പോഴാണ് എന്ത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ജസ്റ്റ് എന്താ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്താണെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ ആക്ഷൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ടെൻസ് അത് ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടോ? പറയൂ. മനസ്സിലാവുന്നുണ്ട്? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, so the first one is present simple tense. Okay, means simple present. Okay, about 70% of spoken English is present tense. അല്ലെ, നമ്മൾ എപ്പോഴും എന്താണ് പ്രസന്റ് ടെൻസ് ആണ് എപ്പോഴും യൂസ് ചെയ്യാറ് അല്ലെ? സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ 70% ആൾക്കാർ യൂസ് ചെയ്യുന്നത് അല്ലെ? And present simple tense is probably around 57%. Okay, so more than half of all the world they speak present simple tense. നമ്മൾ എല്ലാവരും എന്താ സിമ്പിൾ പ്രസന്റ് ആണ് എപ്പോഴും സംസാരിക്കാറ്. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ,
Okay, take your notebook. Heading എഴുതാ present simple tense. Present simple tense. Yeah, new chapter ആണ്. Tense അല്ലേ നമ്മൾ തുടങ്ങാം. അത് new chapter ആണ്. എഴുതാ present simple tense. Okay, example എഴുതാ I drink tea. I drink tea. I drink tea. എന്താ മീനിങ് എന്താ? മീനിങ് പറയൂ. ഞാൻ ചായ കുടിക്കുന്നു. ഞാൻ ചായ കുടിച്ചു. ഞാൻ ചായ കുടിക്കുന്നു അല്ലെ. എന്താണത്? പ്രസന്റ് നടക്കുന്ന സംഭവമാണ് അല്ലെ. Then they ride horses. They ride horses. ഒന്നുകൂടെ പറയാം മാം, ക്ലിയർ ആയില്ല. They ride horses. കുതിര. Horses. They ride horses. Next one, we go to the gym. We go to the gym. ഞങ്ങൾ ജിമ്മിൽ പോകുന്നു. We go to the gym. We go to the gym. Next one, Sam drinks 3 cups of coffee every day. Sam drinks 3 cups of coffee every day. Sam drinks 3 cups of coffee every day. Okay, ഇതൊക്കെ എന്താണ്? Present simple tense ആണ് അല്ലെ. ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടെ പറയോ? എന്തോ? ലാസ്റ്റത്തെ എക്സാമ്പിൾ. Sam drinks ആരെങ്കിലും ഒരാളുടെ പേര് എഴുതാം. Drinks 3 cups of coffee every day. Sam drinks 3 cups of coffee every day. Okay. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ഏതാ? നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്ജക്ട് പ്ലസ് ബേസ് ഫോം ഓഫ് വെർബ് ആണ് അല്ലെ. സബ്ജക്ട് ഇപ്പൊ I, you, we, they ആണെങ്കിൽ എന്താ V1 ആയിരിക്കും അല്ലെ. He, she, it ആണെങ്കിൽ V1 ആയിരിക്കും. പക്ഷെ എന്താണ് I, you, we, they നമ്മൾ എന്താ എങ്ങനെയാ യൂസ് ചെയ്യാ? ഇപ്പൊ he, she, it ആണെങ്കിലോ വർക്ക് ആണ് യൂസ് ചെയ്യാ, വർക്ക്സ് ആണ് യൂസ് ചെയ്യാ. He works എന്നാ പറയാ അല്ലെങ്കിൽ he work എന്നാണ് പറയാ? വർക്ക്സ് ആണ് അല്ലെ. വർക്ക്സ് എന്നാ പറയാ. എഴുതണോ അത്? എഴുതിക്കൊള്ളൂ. ഇപ്പൊ I, you, we, they എന്ന് എഴുതരുതാ. എഴുതാ വർക്ക്, പ്ലേ, ഈറ്റ്, ഡു, റൺ. വർക്ക്, പ്ലേ, ഈറ്റ്, ഡു, റൺ.
എഴുതിയോ? ഒരു വട്ടം കൂടി പറയാം മിസ്. IUV എന്ന് എഴുതുക. അതുപോലെ സ്ലാഷ് ഇട്ടിട്ട് എഴുതുക. എന്നിട്ട് ഹൈഫൻ ഇടാ. എന്നിട്ട് നേരെ കൊടുക്കുക. വർക്ക്, വർക്ക്, പ്ലേ, ഈറ്റ്, ഡു, ഡു, റൺ എന്നേ വരുള്ളൂ. അതായത് യു വർക്ക് എന്നേ വരുള്ളൂ. അല്ലെങ്കിൽ യു വർക്ക്സ് എന്ന് വരില്ല. ഓക്കെ, യു വർക്ക്. നെക്സ്റ്റ് എഴുതാ ഹി, ഷീ, ഇറ്റ് എഴുതാ. ഹി സ്ലാഷ് ഷീ സ്ലാഷ് ഇറ്റ് എന്ന് എഴുതാ. എന്നിട്ട് ഹൈഫൻ ഇടാ. എന്നിട്ട് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ വർക്ക്, പ്ലേ, അതിന്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുക. അതായത് വർക്ക്സ്, പ്ലേസ്, ഈറ്റ്സ്, ഡു ആണെങ്കിൽ ഡസ്, റൺസ്. ഓക്കെ, മിസ്സേ ഒന്നും കൂടി പറയുക. ഈ ഹി ഷീയുടെ വർക്ക് വർക്ക്സ് എസ് ആഡ് ചെയ്യണം. വർക്ക്സ്, പ്ലേസ്, ഈറ്റ്സ്, ഡസ്, റൺസ്. നമ്മൾ IUV എഴുതിയില്ലേ, അതിന്റെ ആ ഒരു വർക്ക് പ്ലേയുടെ എഴുതിയില്ലേ, അത് തന്നെ താഴെ എസ് ആഡ് ചെയ്തിട്ട് എഴുതുക. അതായത് ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലർ ആണ് അല്ലെ, ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ഹി എന്ന് പറയുന്നത് ഒരാളാണ്, ഷീ എന്ന് പറയുന്നത് ഒരാളാണ്, ഇറ്റ് എന്ന് പറയുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ സിംഗുലർ വേർബ് ആണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന വേർബ്സ് എന്തായിരിക്കും? സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ എസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ അത് പറഞ്ഞത്? മനസ്സിലായോ? പറയൂ, മനസ്സിലായോ? പിന്നെ ആരൊന്നും പറയാതെ നിങ്ങൾ ചോദിക്കോ? ഇപ്പൊ ഞാൻ അവൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഇംഗ്ലീഷ് എന്തായിരിക്കും വരാ? അവൾ സംസാരിക്കുന്നു. ഇംഗ്ലീഷ് എന്താ? He speaks. ഷീ സ്പീക്സ് അല്ലെ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും എന്താ വേർബ് എപ്പോഴും സിംഗുലർ ആണ്. അതുകൊണ്ടാണ് അവിടെ സ്പീക്സ് ഉപയോഗിച്ചത് അല്ലെ. എപ്പോഴും എസ് ആഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണ്? ഇപ്പൊ ഡു, ഡസ് ആണെങ്കിലും IUV കൂടെ ഡൂയും ഹി, ഷീ, ഇറ്റിന്റെ കൂടെ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഡു, ഡസ് ഒക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇതിപ്പോ ക്ലിയർ ആണോ? യെസ് മാം. യെസ്. ഓക്കെ, അപ്പോ അടുത്ത എഴുതാ. റൂൾ നമ്പർ 1. ഈ പ്രസന്റ് സിമ്പിൾ ടെൻസില് കുറച്ച് റൂൾസ് ഉണ്ട്. അതെന്താന്ന് നോക്കാം. റൂൾ നമ്പർ 1 ഹെഡിങ് എഴുതാ. റൂൾ നമ്പർ 1 താഴെ എഴുതാ. Present simple tense is used for general statement, comma, habits and facts. Present simple tense is used for present simple tense is used for general statement, comma, habits, 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 ശീലങ്ങൾ അല്ലെ. habits, habits and fact, 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 വസ്തുത എന്നൊക്കെ പറയാം അല്ലെ. fact. Present simple tense is used for general statement, habits and fact. Clear? എഴുതിയോ? ശരി, എന്തോ എഴുതി? എഴുതി. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഡിസ്റ്റർബൻസ് ഉണ്ടോ? നിർത്തി പറഞ്ഞാൽ മതി മാഡം, നിർത്തി പറഞ്ഞാൽ മതി. വൺ സെക്കൻഡ്, ഞാൻ
Yeah. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. ഇല്ലല്ലോ. അപ്പൊ എക്സാമ്പിൾ എഴുതാം. അതിന് താഴെ എക്സാമ്പിൾ എഴുതാം. The sun rises in the east. The sun rises in the east. സൂര്യൻ പടിഞ്ഞാറാണ് ഇരിക്കുന്നത് അല്ലെ? The sun rises. So the sun rises in the east. The sun rises in the east. ഇവിടെ rises എന്താ വന്നേ? ആ verb rises എന്താ വന്നേ? sun singular ആയി. Yeah, sun is singular. Clear. Next one. Next example എഴുതാം. Water boils at 100 degrees Celsius. Water boils at 100 degrees Celsius. Water boils at 100 degrees Celsius. ഈ സെന്റൻസ് ഒക്കെ എന്താണ്? യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അല്ലെങ്കിൽ നമുക്ക് ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്നും പറയാം അല്ലേ? ഇപ്പൊ I'm a teacher എന്നൊക്കെ പറയുന്നത് അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അപ്പൊ നോക്കി ഇവിടെ സ്ക്രീനിൽ നോക്കൂ. I go for a walk every day. I go for a walk every day എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഹാബിറ്റ് ആണ് അല്ലെ? ഒരു ശീലമാണ് അല്ലെ? Then the sun rises in the east എന്ന് പറയുന്നത് അവിടെ എന്താണ്? അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പെർമനന്റ് സിറ്റുവേഷൻ ആണെന്ന് പറയാം അല്ലെ? അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. Okay, we usually get home by 5 p.m. അത് എന്താണ്? ഒരു ഹാബിറ്റ് ആണ് അല്ലെ? The meeting begin at 10 a.m. എന്ന് പറയുന്നത് എന്താ? ഒരു സ്കെഡ്യൂളോ ഒരു ഫാക്ടോ എന്തൊക്കെയായിരിക്കാം അല്ലെ? ഓക്കെ, ക്ലിയർ. അപ്പോ റൂൾ നമ്പർ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ എഴുതാം. റൂൾ നമ്പർ 2. റൂൾ നമ്പർ 2 എഴുതാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഫോർ scheduled events. Scheduled. SCHEDULED. Scheduled events in the future. Simple present tense is used for scheduled events in the future. Simple present tense is used for scheduled events in the future. എന്താണ്? നമ്മള് കുറച്ച് കാര്യങ്ങൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഒരു ഭാവിയിലൊക്കെ നമുക്ക് ഇന്ന ദിവസം നമുക്ക് പോകാം അല്ലെ? ഞാൻ ഇന്ന ദിവസം എന്താണ് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ തീരുമാനിച്ചു വെച്ച കാര്യമാണ്. അത് ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്തപ്പെട്ട കാര്യമാണ് അല്ലെ? ഫ്യൂച്ചറിൽ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താ? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ എഴുതിക്കോളൂ. The train arrives at 6 p.m. 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 Next one is the flight is at 2 a.m. The flight is at 2 a.m. Next example is the movie starts at 4 o'clock. The movie starts at 4 o'clock. ഇതൊക്കെ ഫ്യൂച്ചർ ആണ് അല്ലെ? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ എന്താണ് സിമ്പിൾ പ്രസന്റിലാണ് യൂസ് ചെയ്തത് അല്ലെ? അപ്പൊ സ്കെഡ്യൂൾഡ് ഇവന്റ്സ് ഒക്കെ നമ്മൾ പറയുമ്പോൾ എന്താ? അത് സിമ്പിൾ പ്രസന്റിലാണ് യൂസ് ചെയ്യാറ് അല്ലെ? ദീസ് ആർ ഓൾ ഇവന്റ്സ് ഇൻ ദ ഫ്യൂച്ചർ അല്ലെ? So why are you using simple present tense? That is because you already scheduled in the calendar, right? So they are like a fact, so we can use the simple present tense.
മനസ്സിലായോ? നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? പറയൂ, സംശയം ചോദിക്കൂ. ക്ലാസ്സിൽ മിണ്ടാതിരിക്കല്ലേ, പറയൂ, സംശയം എന്തെങ്കിലും ഉണ്ടോ? മാം ആ റൂൾ നമ്പർ 2 ഒന്നുകൂടെ പറയാവോ? എന്തോ? റൂൾ നമ്പർ 2. Rule number 2. Simple present tense is used for scheduled event in the future. എഴുതി കഴിഞ്ഞാണ് നയന, അത് കംപ്ലീറ്റ് ആയോ? ഇപ്പൊ കംപ്ലീറ്റ് ആയിരുന്നു. കംപ്ലീറ്റ് ആയി. അപ്പൊ റൂൾ നമ്പർ 2 ക്ലിയർ ആയോ? മനസ്സിലായോ? പറയുന്നത് മനസ്സിലായോ? പറയൂ. യെസ് മാം. മനസ്സിലായി. ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്താലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ മനസ്സിലായോ എന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ എഴുതാ. റൂൾ നമ്പർ 3. എക്സാമ്പിൾ ഒന്ന് പറയാം, മൂന്നാമത്തെ എക്സാമ്പിൾ. The movie starts at 4 o'clock. എന്താ? സിനിമ 4 മണിക്ക് തുടങ്ങും അല്ലെ? The movie starts at 4 o'clock. കാരണം എന്താണ്? അതൊരു സ്കെഡ്യൂൾ ചെയ്തൊരു ടൈമാണ് അല്ലെ? എന്തായാലും 4 മണിക്ക് സിനിമ തുടങ്ങും എന്ന് പറയുന്നത് സ്കെഡ്യൂൾഡ് ഇവന്റ് ആണ്. അതൊരു ഫ്യൂച്ചറിൽ നടക്കുന്ന സംഭവമാണ് അല്ലെ? തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നേ പറയുന്നുള്ളൂ. പക്ഷെ അപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, അത് പറയുന്നത് ഫ്യൂച്ചറിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് അല്ല ഇവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അത് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? യെസ് മാം. Yes. Okay, അപ്പൊ റൂൾ നമ്പർ 3 എഴുതാ. Simple present tense is used. Simple present tense is also used in story writing to create drama. Simple present tense is also used. Simple present tense is also used. Simple present tense is also used in story writing to create drama. Story writing to create drama. അല്ലെ? നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ എന്താണ് അത് നമ്മൾ അതിനൊപ്പം എന്താ നമുക്കത് ഫീൽ ചെയ്യും. കാരണം അത് നമ്മൾ വായിക്കുമ്പോൾ അത് നടക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നാറില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് ഒരിക്കലും സ്റ്റോറി ചെയ്തിട്ടില്ല അല്ലെ? അത് ആ ഒരു പ്രസന്റിൽ നടക്കുന്ന കാര്യമായിട്ടാണ് എന്താ അവര് സ്റ്റോറീസ് എപ്പോഴും എഴുതുക അല്ലെ? അപ്പോ നമ്മൾ സ്റ്റോറി റൈറ്റിംഗിലും എന്തൊക്കെയാ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ഓക്കെ, എക്സാമ്പിൾ എഴുതാ. I walk into the store. I walk into the store. I walk, നടക്കുക, walk. I walk into the store. I walks into the store. Next one. He walks up behind me. He walks. നടന്നു, നടക്കുക. He walks. He walks behind me. He walks up. He walks up. He walks up. He walks up behind me. അവൻ എന്റെ പുറകെ നടക്കുന്നു. He walks up behind me. Next one is they pull out their guns and fire. They pull out. Pull out. They pull out. They pull out their guns and fire. They pull out their guns and fire. ഓക്കെ, ഈ 3 സെന്റൻസ് വായിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് ഒരു നടക്കുന്ന സംഭവമായിട്ട് തോന്നുന്നുണ്ടോ? സോ അങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിങ്ങും സ്റ്റോറി റൈറ്റിങ്ങിലൊക്കെ നമ്മൾ എന്താ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾ ഇപ്പോ എഴുതുന്ന നോട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ?
നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാതെ? മാം തേർഡ് ഒന്നുകൂടെ പറയൂ. തേർഡ് റൂള് ഇപ്പൊ പറഞ്ഞത്. അത് കംപ്ലീറ്റ് എഴുതിയോ? കംപ്ലീറ്റ് ആയോ? ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സ്റ്റോറി റൈറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് മനസ്സിലായില്ല. സ്റ്റോറി റൈറ്റിംഗ് ടു ക്രിയേറ്റ് ഡ്രാമ. ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെ? ടു ക്രിയേറ്റ് ഡ്രാമ. നമ്മള് ഒരു കഥ എഴുതുന്നത് എന്തിനാണ്? ഒരു ഡ്രാമ അത് ക്രിയേറ്റ് ചെയ്യാനാണ് അല്ലെ? ഒരു എന്താ ഒരു ഡ്രാമ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ സ്റ്റോറീസ് എഴുതുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സ്റ്റോറി റൈറ്റിംഗ് ടു ക്രിയേറ്റ് ഡ്രാമ. അപ്പൊ അതിന്റെ ബേസ് ചെയ്തുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത് അല്ലെ? ഐ വാക്ക് ഇൻ ടു ദി സ്റ്റോർ. ഞാൻ കടയിലേക്ക് പോയി. അപ്പോൾ എന്താണ്, അവിടെ എന്റെ പുറകെ നടക്കുകയായിരുന്നു. ആൻഡ് ദേ പുൾഡ് ഔട്ട് ദ ഗൺ അല്ലെ? അവരുടെ ഗൺ പുറത്തേക്ക് എടുത്തു ആൻഡ് അത് ഫയർ ചെയ്തു. ഓക്കെ. ഒരു കഥ പോലെ നമുക്ക് വായിക്കാൻ പറ്റും. നമുക്ക് ആ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒപ്പം ഫീലും കൂടി ചെയ്യാൻ പറ്റും അല്ലെ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് വൺ, റൂൾ നമ്പർ 4. Rule number 4. Negative sentence in the present simple tense. Let's look at the rule number 3. Examples. Examples. I walk into the store. I walk into the store. First example. Next one. He walks up behind me. He walks up. അവന്റെ പുറകെ നടക്കുന്നു. He walks up behind me. The third one is they pull out their guns and fire. അവരുടെ guns പുറത്തെടുത്തു and fire ചെയ്തു. They pull out their guns and fire. Okay. Next one, rule number 4. ഏതാ? നെഗറ്റീവ് സെന്റൻസ് ഇൻ ദ പ്രസന്റ് സിമ്പിൾ ടെൻസ്. ഇപ്പോ സിമ്പിൾ പ്രസന്റിൽ നമ്മൾ നെഗറ്റീവ്സ് നോക്കാൻ പോവാണ്. സോ നെഗറ്റീവ് സെന്റൻസ് ഇൻ ദ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് എഴുതാം. എക്സാമ്പിൾ എഴുതാം. I do not paint. I do not paint. I do not paint. Paint ചെയ്യുക. I do not paint. Next one, they do not swim. They do not swim. They do not swim. Next one, he does not remember her. 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 ഇവിടെ എന്താണ് സ്ട്രക്ചർ? എന്താ പറയാ? സബ്ജക്ട് എഴുതിക്കോളൂ. സബ്ജക്ട് പ്ലസ് do / does. That means do or does. Subject plus do or does plus not, not, not plus main verb. Subject plus do or does plus not plus main verb. Okay, അതാണ് അതിന്റെ സ്ട്രക്ചർ. എന്താണ്? I do not paint. നമുക്കിവിടെ ഡു നോട്ട് പറഞ്ഞ എളുപ്പത്തിൽ ഡോണ്ട് പറയാം അല്ലെ? ഓക്കെ. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. I don't like spicy food. I don't like spicy food. എനിക്ക് സ്പൈസി ഫുഡ്സ് ഇഷ്ടമല്ല അല്ലെ? I don't like spicy food. I don't like spicy food. ഇനി അപ്പൊ അവള് ഐസ്ക്രീം കഴിക്കില്ല എന്നെങ്ങനെയാ പറയാ? അവൾ ഐസ്ക്രീം കഴിക്കില്ല എങ്ങനെയാ പറയാ? പറയൂ, എന്ന് പറഞ്ഞു നോക്കിയേ. അവൾ ഐസ്ക്രീം കഴിക്കില്ല. She doesn't eat ice. Not eat ice cream. Yeah, she doesn't eat ice cream. Example ഇതുകൊണ്ടപ്പോ she doesn't eat ice cream. Correct. She doesn't eat ice cream. Okay. Next one is
ഞങ്ങൾക്ക് സാറ്റർഡേ ക്ലാസ് ഇല്ല. എങ്ങനെയാ പറയാ? ഞങ്ങൾക്ക് സാറ്റർഡേ ക്ലാസ് ഇല്ല. പറയോ? We don't have classes on Saturday. വിനോദാ. We don't. Yeah, we don't have class on Saturday. We don't have class on ആണ് ആക്ച്വല on Saturday. പ്രപ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞു പോയോ? ഡേയ്സിന്റെ ഒപ്പം ഓൺ അല്ലേ വരാ. We don't have class on Saturday. എഴുതിക്കോളൂ, എക്സാമ്പിൾ എഴുതിക്കോളൂ. We don't have class on Saturday. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആയോ? നെഗറ്റീവ് സെന്റൻസ് ക്ലിയർ ആയോ? ഐ യു വി ഇതയുടെ കൂടെ എന്താണ്? ടു ആണ് യൂസ് ചെയ്യുക അല്ലെ? അപ്പോ ഡോണ്ട് എന്ന് പറയാം. ഷീ ഷീറ്റ് ആണെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യുക. അപ്പോ ഡസിന്റെ ആണ് അവിടെ വരാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ മാം. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സിമ്പിൾ പ്രസന്റ് റൂൾ നമ്പർ 4 ഒന്നുകൂടി പറയാം. റൂൾ നമ്പർ 4 നമ്മുടെ നെഗറ്റീവ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? സിമ്പിൾ പ്രസന്റില് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടെന്നാ പറഞ്ഞു. അത് റൂൾ നമ്പർ 4 എഴുതി കഴിഞ്ഞതാണോ അല്ലെങ്കിൽ മനസ്സിലാവാഞ്ഞിട്ടാണോ പറയുന്നേ? എന്താണ് ചോദിച്ചേ? എഴുതിയില്ല. ഓക്കെ, റൂൾ നമ്പർ 4 അത് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതണേ. റൂൾ നമ്പർ 4 എന്ന് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് ഇൻ ദ പ്രസന്റ് സിമ്പിൾ ടെൻസ്. എക്സാമ്പിൾസ് ഒക്കെ എഴുതിയാണോ? എവിടെ വരെയാ എഴുതിയത്? എന്താ പറയണ്ടേ ഒന്ന് പറയോ? മിസ് എക്സാമ്പിൾ എല്ലാം എഴുതിയതാ. റൂൾ നമ്പർ 4 മാത്രം മതി. റൂൾ നമ്പർ 4 എക്സാമ്പിൾസ് ഒക്കെ എഴുതിയാണെന്ന് ചോദിച്ചു ഞാൻ. എഴുതിയതാ. അപ്പൊ ഇനിന്താ പറയണ്ടത്? മനസ്സിലായില്ലെന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, റൂൾ നമ്പർ 4ന്റെ ആ ഒരു സെന്റൻസ് ഇല്ല, അത് മാത്രം മതി എഴുതി. നെഗറ്റീവ് സെന്റൻസ് ഇൻ ദ പ്രസന്റ് സിമ്പിൾ ടെൻസ് അത് എഴുതി. ഡെഫിനിഷൻ എഴുതി. ഡെഫിനിഷനാ വേണ്ടത്. ഇപ്പൊ എഴുതി. അതിന് ശേഷമുള്ളത് എഴുതിയിട്ടില്ല. എഴുതി. ഓക്കെ, ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതിനുശേഷം പറഞ്ഞ എക്സാമ്പിൾ ആണോ? അല്ല, എല്ലാം എഴുതി. ഡെഫിനിഷൻ മാത്രമേ എഴുതാണ്ടുള്ളൂ. ഓക്കെ, ക്ലിയർ. അപ്പോ റൂൾ നമ്പർ 4 എല്ലാം ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയോ? പറയൂ, സിമ്പിൾ പ്രസന്റ് ടെൻസ് എനി ഡൗട്ട്? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ ഒന്ന് പറയൂ, ഒന്ന് ഷോർട്ട് ആക്കി ഒന്ന് പറഞ്ഞു നോക്കിയേ. ആരെങ്കിലും ആരാ പറയാ? നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ റൂൾസ് എങ്ങനെയാണ്? ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് അത് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് പറയൂ, പറയാൻ ശ്രമിക്കൂ. ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കൂ. ഒന്ന് വേണ്ട, മലയാളത്തിലെങ്കിലും പറയോ ആരെങ്കിലും? അഞ്ജലി, ഒന്ന് പറയൂ. ഒന്ന് എങ്ങനെയാണ് പ്രസന്റ് സിമ്പിൾ ടെൻസ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഓൾസോ യൂസ് പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ് സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അങ്ങനെ. ഇല്ല, ഞാൻ ചോദിച്ചതേ നമ്മള് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ടെൻസിലേക്ക് വന്നു അല്ലെ? സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് വന്നു. ആ സിമ്പിൾ പ്രസന്റ് ടെൻസിന് നമ്മുടെ റൂൾസ് കുറച്ച് പറഞ്ഞു അല്ലെ? ഇതിനൊക്കെ എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നാണ് അഞ്ജലിക്ക് എന്താണ് മനസ്സിലായത്? അതൊന്നും പറയൂ, ഷോർട്ട് ആക്കിയാലും പറയൂ. യൂസ് ചെയ്യാം. സിമ്പിൾ പ്രസന്റ് ടെൻസില് റൂൾസിനെ കുറിച്ച്, റൂൾസ് ആണ് പറയണ്ടേ?
എങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. അത് എവിടേക്കാണ് ആ റൂൾസ് എന്തൊക്കെയാണ് പറഞ്ഞത്, എവിടേക്ക് യൂസ് ചെയ്യാം എന്നാണ് ആ റൂൾസ് പറയണത് അല്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഫസ്റ്റ് റൂളായിട്ട് വരുന്നത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ഹാബിറ്റ്സ് ആൻഡ് ഫാക്റ്റ് ആയിട്ട്, സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് റൺസ് റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതായത് റൈസസ് ഇഎസ് ചേർത്ത് വരുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് റൂള് രണ്ടാമത്തെ വരുന്നത് ഫ്യൂച്ചർ, നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ദ ട്രെയിൻ അറൈവ് ഇൻ 6 PM. അത് നേരത്തെ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ റൂൾ നമ്പർ 3 വരുന്നത് ഒരു സ്റ്റോറി റൈറ്റിംഗ് പോലെ നമ്മളൊരു കാര്യം ചെയ്യുന്നതിനെ പ്രസന്റ് ചെയ്യുന്നു. 4 വരുന്നത് നെഗറ്റീവ് സെന്റൻസസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഡു, ഐ, ഷീ, ബി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഡസന്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോ വേറെ ആരെങ്കിലും ഒന്ന് പറയുമോ? ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാല് നമ്മളത് പ്രസന്റ് സിമ്പിൾ ടെൻസ് എന്താണെന്ന് പറയാം. എന്ന് വെച്ചാൽ എന്താ, പ്രസന്റ് സിമ്പിൾ ടെൻസ് മോർ ദാൻ പേഴ്സൺസ് യൂസ്ഡ് എന്താണ്, they speak present simple tense അല്ലേ? സോ എവിടെയൊക്കെ യൂസ് ചെയ്യാം? യൂസ്ഡ് ഫോർ ജനറൽ സ്റ്റേറ്റ്മെന്റ്, simple present tense is used for general statement, habits and fact. Then we can use and the scheduled events in future. The third one, we can use the story writing to create drama, and the fourth one is the negative sentence അല്ലെ? നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ എക്സാമ്പിൾസ് കൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കുമോ? ഓക്കെ, ഇൻ ഇംഗ്ലീഷ്. നയന Yes, ma'am. ഒന്ന് പറഞ്ഞു നോക്കിയേ. പ്രസന്റ് സിമ്പിൾ ടെൻസ് ഒരു ഷോർട്ട് നോട്ട് ആക്കി, ഇപ്പോ നയനയുടെ ഓൺ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് നോട്ട് ആക്കി ഒന്ന് പറഞ്ഞു നോക്കിയേ ഇംഗ്ലീഷില്. പ്രസന്റ് സിമ്പിൾ ടെൻസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പറയണോ? ഇംഗ്ലീഷ് പറയണം. ഒന്ന് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല, ട്രൈ ചെയ്യും. ഓക്കെ മാം. പറയൂ. Present simple tense means what is happening now. Then I, you, we, they are used for general statement. General statement. Present simple tense divides 4 rules. Rule number 1, 2, 3 and 4. നമ്മ അങ്ങനെ റൂൾസ് അങ്ങനെ എടുത്ത് പറയണ്ട. നിങ്ങൾക്ക് കുറച്ചൊരു മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റൂൾസ് പറഞ്ഞത്. അങ്ങനെ റൂൾസ് ഒന്നും ഇല്ല. ഓക്കെ, കുറച്ചുകൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലായത് അത് പറഞ്ഞോളൂ. ഓക്കെ മാം. We can use a simple present tense in a general statement, habits, facts, and scheduled events. Then story writing, അല്ലെ? സ്റ്റോറി റൈറ്റിംഗ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഷോർട്ട് നോട്ട് അല്ലേ, അങ്ങനെ പറയും. നിങ്ങളുടെ രീതിയിലൊന്നും പറയും. കുറച്ച് എക്സാമ്പിൾസ് പറയും. ഇപ്പോ ജനറൽ സ്റ്റേറ്റ്മെന്റിന് ഒരു എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ എന്താ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലെ? സൂര്യൻ കിഴക്കുദിക്കുന്നു. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, water boiled at 100 degrees Celsius.
അതെന്ന് പറയുന്നത് എന്താണ്? അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നയനെ എല്ലാ ദിവസവും എത്ര മണിക്കാണ് എഴുതിക്കുന്നത്? 6 o'clock. 6 o'clock. അതൊരു ഹാബിറ്റ് ആണ്, അല്ലെ? ശീലമാണ്. നമുക്കതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊന്ന് പറയാൻ ശ്രമിക്കണം. ഓക്കെ, നമ്മളിപ്പോ മലയാളത്തിൽ പറയാം, എന്തായാലും മലയാളത്തിലൊന്ന് പറഞ്ഞേ പ്രസന്റ് സിമ്പിൾ ടെൻസ് എന്താണ് ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു നോക്കി. റൂൾസ് ഒന്നും പറയണ്ട, റൂൾ 1 അങ്ങനെ ഒന്നും പറയണ്ട, അല്ലാതെ ഇങ്ങനെ പറഞ്ഞു പോകും. പ്രസന്റ് സിമ്പിൾ ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അതായത് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐ ഡ്രിങ്ക് ടീ, ഞാൻ ചായ കുടിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസന്റ് സിമ്പിൾ ടെൻസിൽ വരുന്നതാണ് സ്റ്റേറ്റ്മെന്റ്, ഹാബിറ്റ്, ഫാക്ട്സ് എന്ന്. നോട്ടിൽ നോക്കാണ്ട് പറയും, നോട്ട് അടച്ചു വെച്ചിട്ട് പറയാൻ ശ്രമിച്ചു നോക്കി. പിന്നെ നമ്മള് ഭാവിയില് എന്താ പറയാ ഷെഡ്യൂൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങള്. പിന്നെ എന്താ ഒരു കഥ പോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് എന്തായാലും ഉണ്ടാവുമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പൊ മലയാളത്തിൽ പറയാൻ പറഞ്ഞപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഇതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഒന്ന് പറയാൻ ശ്രമിക്കണം. ഓക്കെ, വേറെ ആരാ ഇനി? ആൻമരിയ, ആൻമരിയ ക്ലാസ്സിലുണ്ടോ? ഇല്ല. ഇനി ആരാ ഒന്ന് പറയാൻ ശ്രമിക്കുക. ആരെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചോദിച്ചവൻ ആരും മിണ്ടില്ല. ഇങ്ങനെ മടിച്ചിരുന്നാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? Can I tell, ma'am? Yeah, പറയൂ. Simple present is generally used to state the general statement, routine habits and universal truth. Example, routine habits: he eats breakfast at 7 o'clock. If it is universal habit, the sun rises in the east, water boiled at 100 degrees Celsius, like that. It also used for telling about the scheduled events, like the school starts at 8 o'clock, like that we can say. It also used at the time of story writing. And when we are using in the negative sentences, if the subject is singular, we want to use does plus not, and the subject is plural, we want to use do plus not. Yeah, good. Here. ഇനി വേറെ ആരെങ്കിലും പറയാൻ ശ്രമിക്കൂ. ഇതേപോലെ പറയാൻ ശ്രമിച്ചു നോക്കൂ. നന്ദന ഉണ്ടോ? നന്ദന, അഭിലാഷ് നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? എല്ലാവരും എന്തിനാണ് ഇംഗ്ലീഷ് ക്ലാസ് വന്നിരിക്കുന്നത്? പഠിക്കാനാണോ? നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലേ ഇംഗ്ലീഷ്? പറയൂ. നിങ്ങളിപ്പോ പഠിക്കുന്ന ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ? ഇംഗ്ലീഷ് സബ്ജക്ട് ആ ഒരു കോഴ്സിൽ ഉണ്ടോ ശരിക്കും? ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഇംഗ്ലീഷ് എന്തിനാ തന്നിരിക്കുന്നതെന്ന് അറിയോ? നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കണം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോയാലും ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ? ഇന്റർവ്യൂവിന് പോയിട്ട് ജോലിക്ക് കയറിയാലും ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ അവിടെ? അതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഞാൻ പറയുന്നത് മാത്രം കേട്ടിരുന്നത് മാത്രം ആയില്ല. നിങ്ങൾ അത് ഒന്ന് പറയാൻ ശ്രമിക്കൂ. ഞാൻ ചോദിക്കുന്നത് പറയാൻ ശ്രമിക്കൂ. ആർക്കും കോൺഫിഡൻസ് ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ആ കോൺഫിഡൻസ്
വരണമെങ്കിൽ ആദ്യം അതൊന്ന് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് പറയുമ്പോ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയണമെന്നില്ല, മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പൊ എല്ലാവരും പറഞ്ഞാലും മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, അത് പറഞ്ഞാ മിസ്റ്റേക്സ് മാറുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുമ്പോൾ എല്ലാവരും ഒന്നും പറയാം. ഞാൻ വിളിക്കുമ്പോ ആരും ഒന്നും മിണ്ടില്ല. ക്ലാസ്സിൽ എല്ലാവരും ഇപ്പൊ ഞാൻ വിളിക്കുന്ന ക്ലാസ്സിലുണ്ട്, പക്ഷെ അവര് സംസാരിക്കാൻ തയ്യാറല്ല. ഓക്കെ, ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ എടുത്ത പോർഷൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയറാ. ഓക്കെ, ടെൻസ് പഠിക്കാൻ എളുപ്പമാണോ? ഇപ്പോ മനസ്സിലാവുന്നോ? മനസ്സിലാവുന്നുണ്ട്. യാ, ഓക്കെ. അപ്പോ time to wind up today's class. wind up ചെയ്യാം. അപ്പൊ ഇത്രയും പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നോക്കിയിട്ട് വരാം. ഓക്കെ, യെസ് മാം. യാ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.